അപ്പോൾ ഹായ് ഗായ്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ടെക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ സാധാ ചെടിച്ചട്ടിയല്ല, ഇതേപോലത്തെ പ്ലാസ്റ്റിക് ചെടിച്ചട്ടി ഒന്നല്ല, ഒരു എക്കോ ഫ്രണ്ട്ലി ചെടിച്ചട്ടിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടാവും ഒരു ക്യൂബ് പോലത്തെ ചെടിച്ചട്ടി, അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. സോ നിങ്ങൾ ഇവിടെ അവസാനം വരെ കാണാൻ നിങ്ങൾക്കും അങ്ങനെ ചെടിച്ചട്ടി ഉണ്ടാക്കണമെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതേപോലത്തെ കോൾ കണ്ടൻസിനായിട്ട്. അതേപോലെ ഈ ചെടിച്ചട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ റൂം ഡെക്കറേഷനോ അതേപോലെ വേറെ ഡെക്കറേറ്റ് ഒക്കെ ആക്കാൻ ഏറ്റവും നല്ലതായിരിക്കും. സോ നിങ്ങൾ ഇവിടെ അവസാനം വരെ കാണാം, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ്. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ 4 മരത്തിൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട്. ഈ 4 മരത്തിൻ്റെ പീസും ഒരേ വലിപ്പമല്ല, പക്ഷേ ഒരേ സൈസിലുള്ളതാണ്. 4 നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയ വലിപ്പ വ്യത്യാസമൊക്കെ ഉണ്ട്, പക്ഷേ സൈസ് ഒന്ന് തന്നെയാണ്. ഇനി ഈ മരത്തിൻ്റെ പീസ് ഒന്ന് മുറിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു അളവിന് അത് മുറിക്കാം. അപ്പോൾ 8 സെൻറ്റിമീറ്റർ ഒരു പീസിൻ്റെ വലിപ്പമാക്കിയിട്ട് മുറിക്കാം. സോ എല്ലാത്തിലും 8 സെൻറ്റിമീറ്റർ എഴുതിയിട്ട് ആ 8 സെൻറ്റിമീറ്ററിൽ മുറിച്ചെടുക്കാം എല്ലാം. സോ മുറിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ ഞാൻ മുറിക്കാൻ ഉപയോഗിക്കുന്ന ആക്സോ ബ്ലേഡ് ആണ്. അപ്പോൾ ഇങ്ങനെ മുറിഞ്ഞിട്ടിട്ടുണ്ട്. 12 പീസാണ് മുറിക്കേണ്ടത്. അപ്പോൾ 12 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. കുറച്ച് സമയം എടുത്തിരുന്നു 12 പീസ് മുറിച്ചെടുക്കാൻ. അപ്പോൾ 12 പീസ് മുറിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ടാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഒട്ടിക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പശ വെച്ച് ഒട്ടിക്കാം. അതിൻ്റെ മുന്നേ നിങ്ങളെ വുഡൻ പീസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടി ഞാൻ സാൻഡ് പേപ്പർ കൊണ്ട് നല്ലൊന്ന് ഒഴിക്കുന്നുണ്ട്. അവസാനം ഞാൻ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടാണ് ഉദ്ദേശിക്കുന്നത് സാൻഡ് ചെയ്യാൻ. അപ്പോൾ സാൻഡ് ചെയ്യുന്നതിന് മുന്നേ ഇത് ആദ്യം ഒട്ടിക്കാനായിട്ട് ഞാൻ ഗ്ലൂ ഗൺ കൊണ്ടാണ് ഒട്ടിക്കണത്. അപ്പോൾ ഓരോ പീസ് ഞാൻ ഒട്ടിച്ചു പോവാണ്. നമ്മൾ ഇങ്ങനെ സ്ക്വയറാണ് ആക്കിയെടുക്കുന്നത്. സോ നിങ്ങൾ ആ ഷേപ്പ് ഒന്ന് ഓർമ്മയൊക്കെ എങ്ങനെ ആക്കണത് എന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ അല്ലാണ്ട് വേറെ ടൈപ്പിൽ സ്ക്വയർ ഉണ്ടാക്കാം, പക്ഷേ സ്ക്വയർ ആണെന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഗായ്സ് ഇങ്ങനെ ഒട്ടിക്കിട്ടിട്ടുണ്ട്. 2 ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അവസാനത്തും കൂടെ ഒട്ടിച്ച കഴിയും. അതുകൊണ്ട് 2 നിങ്ങൾക്ക് ഒട്ടിച്ച് കാണാൻ പറ്റും. അപ്പോൾ 1 ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെയാണ് വെക്കാൻ പോകുന്നത്. അതിൻ്റെ മേലെ ഇപ്പോൾ 3ാമത് ഒട്ടിക്കണതും കൂടെ വെച്ചാൽ കഴിഞ്ഞു. അപ്പോൾ 3ാമത്തെയും കൂടെ ഒന്ന് ഒട്ടിച്ച് വെക്കാം. ഒട്ടിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഗ്ലൂ ഗണ്ണാണ്, കാരണം ഗ്ലൂ ഗണ്ണ് കുറച്ചും കൂടെ സ്ട്രോങ്ങും ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗം കൊണ്ട് നിങ്ങൾക്ക് ഒട്ടിക്കാം. ഫ്ലെക്സ് ക്യൂക്ക് ആണെങ്കിൽ ഫ്ലെക്സ് ക്യൂക്ക് അങ്ങനെ ഇഷ്ടമുള്ള കൊണ്ട് ഒട്ടിക്കാം. സോ അപ്പോൾ 3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മുറിച്ചെടുക്കാൻ കുറച്ച് സമയം എടുത്തത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ കുറേ വിടവുകളുണ്ട്. എല്ലാത്തിലും ഉണ്ട്, ഒന്നിൽ മാത്രമായിട്ടല്ല. ചിലതിൽ കൂടുതലുണ്ട്, പക്ഷെ ചിലതിൽ കുറവാണ്. അപ്പോൾ ആ കൂടുതലും കുറവുള്ളതിലൊക്കെ ഒരേപോലെ തന്നെ നമ്മൾ സോൾവ് ചെയ്യാൻ പോകണേ. അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് കുറച്ച് ഫെവിക്കോൾ ഒരു പാത്രത്തിലെടുത്തിട്ട് ആ ഫെവിക്കോളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങളതിൽ മരത്തിൻ്റെ പൊടിയോ ഉണ്ടെങ്കിൽ ആ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ല ഇളക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം മരത്തിൻ്റെ വിടവുള്ളോടത്തൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ വിടവൊക്കെ മെല്ലെ ഒന്ന് പോയി കിട്ടിക്കോളും. സോ ഞാൻ മരത്തിൽ തേക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വിടവിൻ്റെ ഉള്ളോട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് തുടച്ചു കൊടുക്കാം. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോളിഷൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ മരത്തിൻ്റെ പീസുകൾ അവസാനം. എന്താ വെച്ചാൽ നല്ല വൃത്തിയൊക്കെ ഉണ്ടാകും പോളിഷൊക്കെ ചെയ്താൽ. അപ്പോൾ ഞാനത് പോളിഷ് ചെയ്യില്ല ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോളിഷ് ചെയ്യാം. സോ അത് വേണമെന്നൊന്നുമില്ല, പക്ഷേ ഇത് പോളിഷ് ചെയ്യാണ്ട് തന്നെ നല്ല രസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പോളിഷൊന്നും ചെയ്യില്ല. ഇതിപ്പം ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് എത്ര നല്ല ആവണമെന്ന്.
അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാത്തിലും ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. തേച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വിടവിൻ്റെ ഉള്ളോട്ടൊക്കെ നല്ലൊന്ന് കയറി കിട്ടണം. കയറിയില്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ കോലൊക്കെ എടുത്തിട്ട് അതൊന്ന് കുത്തി കയറ്റുക. പിന്നെ ചെയ്യേണ്ടത് ഫോം ഷീറ്റിൻ്റെ പീസ് ആ മരത്തിൻ്റെ അടിയിൽ ഇട്ടിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതിനും ഞാൻ ഗ്ലൂ ഗൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ ആ മരത്തിൻ്റെ അടിയിൽ കുറച്ച് പശയാക്കിയിട്ട് ആ ഫോം ഷീറ്റ് അതിലൊന്ന് അമർത്തി വെക്കുക. അതെന്തിനാ ആ ഓട്ടം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മണ്ണൊക്കെ ഇടുമ്പോൾ മണ്ണ് പുറത്തോട്ട് ചാടിപ്പോകാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇതിൻ്റെ കുറച്ച് നടുഭാഗത്ത് എല്ലാ മരത്തിൻ്റെ പീസിൻ്റെ നടുഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മേലൊന്ന് വെച്ചിട്ട് അമർത്തിയാൽ മതി. അപ്പോൾ അത് ഒട്ടിക്കോളും. വേഗം ഒട്ടും ഗ്ലൂ ഗൺ ആയതുകൊണ്ട് മരത്തിൻ്റെ കേസിൽ. സോ ഇപ്പോൾ ഒട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ മറ്റേത് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. കുറച്ച് പശയാക്കിയിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സോ അതിൽ കുറച്ച് പശയാക്കുക ആദ്യം. അപ്പോൾ ഫൈനലായിട്ട് ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഒട്ടിയിട്ട്. ഇത് വേഗം പറഞ്ഞൊന്നും വരുന്നില്ല. ഞാൻ കുറേ വട്ടം ബൗൺസൊക്കെ ചെയ്ത് നോക്കിയിരുന്നു. ബൗൺസ് ചെയ്ത് നിലത്ത് വീണ പൊട്ടിപ്പോവും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ കയ്യിൽ നിന്ന് തന്നെ പറഞ്ഞൊന്നും വന്നിട്ടില്ലായിരുന്നു. സോ ഇപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ആ ഫോം ഷീറ്റിൻ്റെ അടിയിൽ 2 ഓട്ടം ഇട്ട് കൊടുക്കാം. അതെന്തിനാ വെച്ചാൽ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതിൻ്റെ അടിയിലൊന്ന് മെല്ലെ ചെറിയൊരു ഓട്ടം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ 2 ഓട്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ഓട്ടം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലോട്ട് മണ്ണ് കുറച്ച് നിറച്ച് കൊടുക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ 2 ഓട്ടം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഓട്ടം ഇടാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ചിലപ്പം ആ ചെടി നാശമായി പോകും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവർ ഉള്ളോട്ട് വെച്ചിട്ട് ആ പ്ലാസ്റ്റിക് കവർ മുറിച്ചിട്ട് അതിൽ നടാം പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ. പക്ഷേ ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത്, പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത. സോ ഇനി അതിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം. സോ ഞാൻ എന്തായാലും ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെടി വേഗം ഒന്ന് വളർന്നിട്ടാൻ വേണ്ടി ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ചെടി എടുക്കുമ്പോൾ നല്ല വലുതാണ് ചെടി ഒന്ന് എടുക്കുക. ആ വേര് കുറേ പടർന്നു പോകാത്ത ചെടികൾ, ചെറുതായി വേരൊക്കെ വരുന്ന ചെടികൾ എടുക്കാം. സോ അങ്ങനെ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. ഇപ്പോൾ ചകിരിച്ചോറും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ചെടി അല്ലോട്ട് ഞാൻ നട്ടും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ നട്ട ചെടി. ഇതിൻ്റെ പേര് എനിക്കറിയില്ല ചെടീൻ്റെ. സോ അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കുക കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. സോ ഇതാണ് ഞാൻ ഇപ്പോൾ നട്ടുകൊടുത്ത ചെടി. ഇനി അതിലോട്ട് കുറച്ചും കൂടെ മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിനൊന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഫൈനൽ ലുക്ക്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊരു എക്കോ ഫ്രണ്ട്ലി ചെടിച്ചട്ടിയായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങൾക്ക് വേണമെങ്കിൽ റൂം ഡെക്കറേഷനോ അതേപോലെ വേറെ ഡെക്കറേറ്റിംഗ് പർപ്പസിനൊക്കെ നല്ല രസമായിരിക്കുന്നു വെച്ചാൽ. അതേപോലെ ഇതൊരു റുബിക്സ് ക്യൂബ് എന്ന് പറയാൻ പറ്റില്ല. റുബിക്സ് ക്യൂബിൻ്റെ 3x3 സെൻറ്റർ പാർട്ട് കുറച്ച് തിരിച്ച് വെച്ചുള്ള ചെടിച്ചട്ടി ഇതൊക്കെ പോലെ ഉണ്ട്. അപ്പോൾ ഇത്രയുള്ളത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ കൂൾ കണ്ടൻസിനായിട്ട് അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. So thanks for watching this video and bye.